രാജാവിനേക്കാൾ വലിയ രാജഭക്തി, അതാണ് CPM-നെ ഏറ്റവും വലിയ ബാധിക്കുന്ന ഒരു ഘടകം. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ റിപ്പോർട്ടിൽ പിണറായി വിജയനെയും അല്ലെങ്കിൽ MV ഗോവിന്ദനെയും കുറിച്ചുള്ള പരാമർശങ്ങൾ വെട്ടിയാണ് സഖാക്കളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. സഖാക്കളിൽ പലർക്കും ഒരു വിമർശനമുണ്ട്, പിണറായി വിജയൻ ഇനി ഒരു പ്രതിപക്ഷ നേതാവായി തുടരരുതെന്നും MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായി തുടരരുതെന്നും. പക്ഷേ എന്തുകൊണ്ട് ഇവർക്ക് ഈ സ്ഥാനങ്ങൾ വിട്ടുപോകാനുള്ള ഒരു മടിയാണോ, അല്ലെങ്കിൽ ഇവരെ ഞങ്ങൾ തന്നെ ഭരിച്ചാൽ മതി എന്നുള്ള ഒരു സ്റ്റാൻഡ് കൊണ്ടാണോ ഇപ്പോഴും ഈ ഒരു പാർട്ടിയിൽ തന്നെ അല്ലെങ്കിൽ ഈ സ്ഥാനങ്ങളിൽ തന്നെ തുടരുന്നത്? അല്ല, അത് CPM-ന്റെ കാലാകാലങ്ങളിലുള്ള ഒരു രീതി ഇങ്ങനെ തന്നെയാണ്. തെറ്റ് തിരുത്തൽ എന്ന് പറയും, തിരുത്തൽ രേഖയുണ്ടാക്കും, ഒരു തിരുത്തലും ഉണ്ടാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ ഉള്ള കാലങ്ങളിൽ മുതലുള്ള കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ മതി. ഇവിടെ പലപ്പോഴും തെറ്റുതിരുത്തലിന്റെ ഭാഗമായി പ്ലീനം വരെ വിളിച്ചു ചേർത്ത് ഒരു തെറ്റുതിരുത്തൽ രേഖയുണ്ടാക്കി അത് ഇവിടുത്തെ സഖാക്കൾക്കെല്ലാം അയച്ചു കൊടുത്ത് ഇങ്ങനെ ആയിരിക്കണം സഖാക്കൾ പൊതുജന മധ്യത്തിൽ പെരുമാറേണ്ടത്, ഈ നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനവും ചെയ്യരുത് എന്നെല്ലാം പറഞ്ഞ് വളരെയധികം തെറ്റുതിരുത്തൽ രേഖയൊക്കെ CPM പലപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നും നടപ്പിലാക്കിയിട്ടില്ല. ആ സമയത്തെ ഒരു ചർച്ചകളുടെ ഭാഗമായിട്ടും അല്ലെങ്കിൽ അന്നേരം ഉണ്ടായ ഒരു തിരിച്ചടി നേരിടാനുള്ള ഒരു ചെറിയൊരു തന്ത്രത്തിന്റെ ഭാഗം മാത്രമാണ്. ഇപ്പോഴെന്താണ് അവസ്ഥ? കേരളത്തിൽ 10 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു CPM-ന്റെ നേതൃത്വത്തിലുള്ള ഒരു ഇടത് സർക്കാർ, പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാർ, അവരെത്രത്തോളം ജനവിരുദ്ധ സമീപനങ്ങളാണ് സ്വീകരിച്ചത് എന്നുള്ളത് വ്യക്തമാക്കുന്നതായിരുന്നു ജനവിധി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 103 സീറ്റ് നൽകിയാണ് UDF സർക്കാരിനെ അധികാരത്തിലെത്തിയത്. LDF-നെ അവര് മൂലക്കിരുത്തുക എന്ന് തന്നെ പറയാം. വളരെ രീതിയിൽ മൂലക്കിരുത്തുകയും ചെയ്തു. ഒരു രാജ്യസഭാ അംഗത്തെ പോലും അയക്കാൻ കഴിയാത്ത രീതിയിൽ 35 അംഗങ്ങളുമായി മൂലയിലിരിക്കുകയാണ് CPM ചെയ്തത്. അപ്പോൾ ആ സമയത്താണ് എന്തുകൊണ്ട് തോറ്റു എന്ന് നമുക്ക് പഠിക്കണം എന്നുള്ള തോന്നലുണ്ടായത്. ആ സമയത്ത് ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റും എല്ലാം ചേരുന്നു. അതിനുശേഷം സംസ്ഥാന സെക്രട്ടറി തന്നെ മാധ്യമങ്ങളോട് കണ്ടു പറയാണ്, സഖാക്കളെ നിങ്ങൾക്ക് വിമർശിക്കാനുള്ളതെല്ലാം വിമർശിച്ചോളൂ, തുറന്നു വിമർശിക്കൂ, നിങ്ങളെ പറയാൻ കേൾക്കാൻ പാർട്ടി തയ്യാറാണ്, ഇത് എല്ലാം ശരിയാക്കാം, നമുക്ക് തെറ്റ് തിരുത്തി മുന്നോട്ട് പോകണം, നിങ്ങൾ വിമർശിക്കൂ, നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം തുറന്നു കേൾക്കാന്ന് പറയുന്നു. സഖാക്കളും എല്ലാവരും ഇത് വിശ്വസിക്കുന്നു, അണികളായിട്ടുള്ളവരെല്ലാം വിശ്വസിക്കുന്നു. ബ്രാഞ്ച് തലം മുതൽ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയെ കുറിച്ച് പഠിക്കുന്നു. അവിടെ എല്ലാം വിമർശിക്കപ്പെട്ടത് എന്താണ്? പിണറായി വിജയന്റെ ധാർഷ്ട്യത്തോടെയുള്ള പെരുമാറ്റം, MV ഗോവിന്ദന്റെ പ്രവർത്തന ശൈലി, അല്ലെങ്കിൽ അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങളെ എതിർക്കാതെ ചുമന്നുകൊണ്ട് നടന്നത്, വർഗീയതയോടുള്ള മൃദു സമീപനം, ഇങ്ങനെ ഇഴകേറിയാണ് സഖാക്കളും പാർട്ടിയുടെ ബ്രാഞ്ച് തലം മുതൽ ജില്ലാ തലം വരെയുള്ള ചർച്ചകൾ പുരോഗമിച്ചത്. ഈ ചർച്ചകളിലെല്ലാം തന്നെ പിണറായി വിജയനെ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. ഒരു സമയത്ത് നമ്മൾ കേട്ട എന്താണ്, പിണറായി വിജയനെ MLA ആയി പോലും ഇനി തുടരാൻ അനുവദിക്കരുത് എന്നുള്ള രീതിയിലുള്ള വിമർശനം വരെ വന്നു. അത്ര രൂക്ഷമായ വിമർശനങ്ങൾ പിണറായി വിജയനെതിരെ. MV ഗോവിന്ദനെ പല ജില്ലാ സമ്മേളനങ്ങളിലും ജില്ലാ കമ്മിറ്റികളിലും MV ഗോവിന്ദൻ ഇരിക്കുന്ന ജില്ലാ കമ്മിറ്റിയിൽ തന്നെ നേരിട്ട് പങ്കെടുത്ത ജില്ലാ കമ്മിറ്റിയിൽ തന്നെ വിമർശനം വരുന്നു. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ MV ഗോവിന്ദന്റെ ശൈലി ശരിയല്ല, ബോഡി ലാംഗ്വേജ് ശരിയല്ല, ഈ രീതിയിലല്ല ജനങ്ങളോടും മാധ്യമങ്ങളോടും സംസാരിക്കേണ്ടത് എന്ന വിമർശനം വരുന്നു. എൻ്റെ ശൈലി ശരിയല്ല എന്ന് MV ഗോവിന്ദൻ തന്നെ ആ ജില്ലാ കമ്മിറ്റിയിൽ സമ്മതിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്ന ഒരു ചർച്ചകളാണ് പുരോഗമിച്ചു വന്നത്. ഈ ചർച്ചകളെ എല്ലാം ക്രോഡീകരിച്ച് ജില്ലാ കമ്മിറ്റികൾ റിപ്പോർട്ട് നൽകുന്നു. ഈ റിപ്പോർട്ടെല്ലാം പരിശോധിച്ച് CPM-ന്റെ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ബോഡിയായ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സംസ്ഥാന സമിതിക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഇപ്പൊ പുറത്തു വരുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ പിണറായി വിജയനെതിരെയുള്ള വിമർശനം, MV ഗോവിന്ദനെതിരെയുള്ള വിമർശനം, നേതൃമാറ്റം വേണമെന്ന ആവശ്യം, ഇതെല്ലാം വെട്ടിക്കളഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം വെട്ടിയിട്ടാണുള്ള ഒരു റിപ്പോർട്ടാണ് സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ചത് എന്ന വിവരമാണ് പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ CPM-ന്റെ തെറ്റിതിരുത്തൽ. ഇതെല്ലാം സഖാക്കളെയും ജനങ്ങളെയും കണ്ണിൽ പൊടിയിടാനും അതുപോലെ അവർ പറഞ്ഞു പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു തെറ്റുതിരുത്തും, ഞങ്ങളെല്ലാം തെറ്റുതിരുത്തി ഇനി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറയുന്നത് എത്രത്തോളം കാപട്യം നിറഞ്ഞതാണ് എന്നുള്ളതാണ് ഇന്നലെ സമാപിച്ച സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിനെതിരെ സംസ്ഥാന സമിതിയിൽ വിമർശനം വരുന്നു എന്നാണ് ഇപ്പോഴത്തെ വാർത്തകളെല്ലാം വരുന്നത്. കാരണം ഈ റിപ്പോർട്ടുമായി താഴെ തട്ടിലുള്ള ജനങ്ങളിലേക്ക് പോകാൻ പറ്റില്ലെന്നാണ് സംസ്ഥാന സമിതി നേതാക്കൾ പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ്? അവരുന്നയിച്ച വിമർശനങ്ങൾക്കൊന്നും മറുപടിയില്ല ഈ റിപ്പോർട്ടിൽ. ഈ റിപ്പോർട്ട് എങ്ങനെയാണ് ജില്ലാ കമ്മിറ്റികളിലേക്കും കീഴ് കമ്മിറ്റികളിലേക്ക് അവതരിപ്പിക്കുക? അവരവരുടെ കൺസേൺസ് ആണ് പറഞ്ഞത്. സഖാക്കളുടെ പ്രവർത്തന രീതി ശരിയല്ല, നേതാക്കളായിരിക്കുന്ന സഖാക്കൾ ഇങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടതെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയാതെ ഈ റിപ്പോർട്ട് എങ്ങനെ താഴത്തെ കമ്മിറ്റികളിലേക്ക് പോകുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിലാവശ്യമായ തിരുത്തൽ വരുത്താം എന്ന് പറഞ്ഞാണ് സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന സമിതിയിൽ ആ യോഗത്തിന്റെ വിവാദം നിർത്തിയിരിക്കുന്നത്. ഇതിനി എന്ത് തിരുത്തലാണ് വരുത്തുന്നത്, എങ്ങനെയായിരിക്കും ഇത് കീഴ്ഘടകങ്ങളിലേക്ക് പോകുന്നതെന്നാണ് അറിയേണ്ടത്.
ജനങ്ങളുടെ ഏറ്റവും വലിയൊരു കുഴപ്പമാണ് മറവി. കുറച്ച് കഴിയുമ്പോൾ ജനങ്ങൾ തന്നെ ഇതെല്ലാം മറന്നുപോയി. CPM-ന്റെ ധാർഷ്ട്യം, അല്ലെങ്കിൽ പിണറായി വിജയന്റെ സ്വേച്ഛാധിപത്യം, അല്ലെങ്കിൽ ഈ ഗോവിന്ദന്റെ പുച്ഛമടക്കം എല്ലാം ജനങ്ങൾ മറന്നുപോകും. അപ്പോഴും ഇവർ ഈ ഒരു തെറ്റ് തിരുത്തുന്നു എന്ന് പറഞ്ഞ് ഈ ഒരു തുടങ്ങിയ ഒരു അവസ്ഥ പിന്നെ ആ ഒരു സമയത്തും ഈ ഒരു തെറ്റ് ആവർത്തിക്കില്ല എന്ന് ഉറപ്പുണ്ടോ? അല്ല, അങ്ങനെയല്ല. ഇത് CPM-നെ ജനങ്ങൾ ശിക്ഷിക്കാൻ തുടങ്ങിയത് ആദ്യമായിട്ടൊന്നുമല്ല. കാരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതിന്റെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും 19 സീറ്റിലും തോപ്പിച്ച് ജനം ശിക്ഷിച്ചത് തന്നെയാണ്. കാരണം ശബരിമല സ്ത്രീ പ്രവേശനം എന്ന് പറഞ്ഞ വലിയ വിപ്ലവകരമായ തീരുമാനം ഉണ്ടാക്കാൻ നടന്ന പാർലമെന്റ് ആ സമയത്തിന് ശേഷം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 19 സീറ്റിലും CPM തോറ്റ്, LDF തോറ്റ് വീട്ടിയിരുന്നു. അതിനുശേഷം നടന്ന കോവിഡ് അടക്കമുള്ള പാൻഡമിക് സിറ്റുവേഷൻ കഴിഞ്ഞപ്പോഴാണ് ഒരു തുടർ ഭരണം എന്ന വലിയ നേട്ടം കിട്ടിയത്. ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത്? ആലത്തൂരിൽ K. രാധാകൃഷ്ണനെ പോലെ ഒരു ജനകീയ നേതാവ് മാത്രം ജയിച്ചു, ബാക്കി എല്ലാവരും തോറ്റു. ഈ എല്ലാവരും തോറ്റു എന്ന് പറഞ്ഞാൽ വലിയ ഭൂരിപക്ഷത്തിൽ തോറ്റു വീട്ടിയിരിക്കുകയാണ്. ജനം ശിക്ഷിക്കും, ജനം മറന്നിട്ടൊന്നുമില്ല. അന്നൊരു പാൻഡമിക് സിറ്റുവേഷനിൽ ഒരു സർക്കാരിന് തുടർച്ച കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇനി ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ നോക്കിയേ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPM ജനം വലിയ തിരിച്ചടി കൊടുത്തു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്തൊരു തിരിച്ചടിയാണ് കൊടുത്തത്? CPM-ന് നാമമാത്രമായ പഞ്ചായത്ത്, കൊല്ലം പോലൊരു കോർപ്പറേഷൻ നഷ്ടമാവുന്ന അവസ്ഥയിലേക്ക് എത്തി. ഈ തെരഞ്ഞെടുപ്പ് നോക്കൂ, CPM-ന്റെ കോട്ടകൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് കണ്ണൂരിന് വരെ കിട്ടി. അതെ, കാരണം എന്ന് പറഞ്ഞാൽ CPM കോട്ടകൾ. ഒരു സ്ഥാനാർത്ഥിയും അരിവാൾ ചുറ്റിക നക്ഷത്രവും മാത്രം ഉണ്ടായാൽ ജയിക്കുമെന്ന് കരുതിയിരുന്ന തൃക്കരിപ്പൂർ, പയ്യന്നൂർ, തളിപ്പറമ്പ് ഇങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ CPM തോക്കുന്നു. പയ്യന്നൂരും തളിപ്പറമ്പിലും ആരാണ്? CPM തെറ്റാണെന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന 2 സഖാക്കളെയാണ് UDF പിന്തുണ കൊടുത്ത് അവിടെ ജയിച്ചു വന്നത്. അതുപോലെ തന്നെ അമ്പലപ്പുഴയിൽ G. സുധാകരൻ ജയിച്ചു വരുന്നു. മുഖ്യമന്ത്രി ധർമ്മടം പോലൊരു മണ്ഡലത്തിൽ 6 റൗണ്ട് പിന്നിൽ നിൽക്കുന്നു. ഇത് ജനങ്ങൾ കൊടുക്കുന്ന സൂചനയാണ്. കാരണം നിങ്ങൾ തിരുത്തിയില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ തിരുത്തിക്കും എന്നുള്ളതാണ്. അല്ലാതെ മുഖ്യമന്ത്രി ധർമ്മടത്ത് പിന്നിൽ പോവുക എന്ന് പറയുന്നത് ഒരിക്കലും ആലോചിക്കുന്ന കാര്യമല്ല. നമ്മൾ ആരും വിശ്വസിക്കത്തുമില്ലായിരുന്നു അത് കണ്ട്. 6 റൗണ്ട് കഴിയേണ്ടി വന്നു. ഇപ്പം പിണറായി വിജയൻ ഒരു ലീഡ് എടുക്കാം, അതും ഒരു യുവ നേതാവിനെതിരെ. ഇതാണ് ജനം തിരുത്തും. ജനം തിരുത്തേണ്ടത് കൃത്യമായി തിരുത്തും. പയ്യന്നൂരും തൃക്കരിപ്പൂരും തളിപ്പറമ്പും ഒക്കെ ഒരു സൂചനയാണ്. CPM-ന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന CPM-കാർ തന്നെ ഈ നേതൃത്വത്തിനെതിരെ തിരിഞ്ഞതിന്റെ ഫലമാണ് കണ്ടത്. അതുകൊണ്ട് ജനത്തിന് മറവിയാണ്. അവരെ പുച്ഛിച്ച് ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം മറന്നു പോകും എന്ന് പറഞ്ഞ് അധികകാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് മാത്രമല്ല, ഇപ്പൊ ഈ വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ, അതായത് 2016 വെള്ളാപ്പള്ളി നടേശനെ തള്ളി പറഞ്ഞാണ് LDF സർക്കാർ അധികാരത്തിൽ വന്നത്. പക്ഷെ 2026 ആയപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശൻ CPM-ന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ഉറ്റ സുഹൃത്തുക്കളുടെ ഒരു ഭാഗമായി. ഈ ഒരു അപജയമല്ല ഈ ഒരു സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത്. അതായത് CPM-ന്റെ ഏറ്റവും ഹാർഡ് കോർ വോട്ട് ബാങ്ക് ആയിരുന്നു ഈഴവ വോട്ടുകൾ കേരളത്തിലെ. ആ വോട്ടുകളിൽ വലിയൊരു വിള്ളൽ വന്നു എന്നുള്ളത് CPM-ന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഒരു സമയത്ത് അടുപ്പമില്ലായിരുന്ന വെള്ളാപ്പള്ളി നടേശനെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. വെള്ളാപ്പള്ളി നടേശനെ മഹാനാണെന്നും അയാൾ വലിയ മനുഷ്യനാണെന്നും ഇവിടുത്തെ മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, ഒപ്പം നിർത്താൻ ശ്രമിച്ചു. പിന്നെ ചില കേസുകളിലും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ കൂടെ നിൽക്കുകയും ചെയ്തു. അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രിക്കൊപ്പം ഒരു കാറിലാണ് വെള്ളാപ്പള്ളി വന്നിറങ്ങിയത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം എത്ര പേരായിരിക്കും ആ സ്റ്റേറ്റ് കാറിൽ 1-ാം നമ്പർ കാറിൽ സഞ്ചരിച്ച് നമ്മൾ കണ്ടിട്ടുള്ള? നമ്മൾ ആരും കണ്ടിട്ടില്ല. ആ കാറിനകത്ത് വേറൊരാൾ വന്നിറങ്ങുക. അങ്ങനെ ഒരാൾ വന്നിറങ്ങിയത് വെള്ളാപ്പള്ളിയാണ്. പിന്നെ അതേപോലെ തന്നെ വെള്ളാപ്പള്ളി ആ സമയത്ത് പറഞ്ഞ പച്ചവെള്ളത്തിന് തീ പിടിക്കുന്ന വർഗീയ പരാമർശങ്ങൾ ഒന്നുപോലും CPM നേതൃത്വമോ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനോ തള്ളി പറഞ്ഞില്ല. അല്ല, അത് തിരുത്തിയില്ല എന്ന് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന, തിരുത്താത്തത് തിരിച്ചടിയായതും അന്നും പറയുന്നത് എന്താണ്? അവര് CPM ഇറക്കാൻ ശ്രമിച്ച നറേറ്റീവ് മുസ്ലിങ്ങൾക്കെതിരെയല്ല, മുസ്ലിം ലീഗിനെതിരായ വിമർശനം എന്നാണ്. പക്ഷെ ആ രീതിയിലുള്ള വർത്തമാനമല്ല വെള്ളാപ്പള്ളി പറഞ്ഞത്. ഇവരെ എല്ലാം ചുമന്നുകൊണ്ട് കിടന്നു. ഇവരുടെ എല്ലാം ഇതിനൊപ്പം നിന്നിട്ട് ഈഴ വോട്ടുകളൊപ്പം നിൽക്കുമെങ്കിൽ നിൽക്കട്ടെ. കാരണം മൈനോറിറ്റി വോട്ട്സിൽ ഒരു കൺസോൾട്ടേഷൻ പ്രതീക്ഷിച്ചപ്പോൾ ഇവിടെ ഒരു വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു വർഗീയ പരാമർശങ്ങളെ ചുമന്നു. ആ ചുമന്നതിന്റെ ഫലമാണ് കാണുന്നത്. കാരണം ഏത് സീറ്റിലാണ് ജയിച്ചത്? ആലപ്പുഴയിലെ എത്ര സീറ്റുകളാണ്? ആലപ്പുഴ, അമ്പലപ്പുഴ, കായംകുളം, ഇതൊക്കെ CPM-ന്റെ സീറ്റുകളല്ലേ? എത്ര കാലങ്ങളായി CPM ജയിക്കുന്ന സീറ്റുകളാണ്. ഇവിടെ എല്ലാം ജനം എന്താണ് ചിന്തിച്ചത്? ഈ വർഗീയ പരാമർശങ്ങളുമായി ഇവിടെ വരണ്ട, ഈ വർഗീയ പരാമർശം നടത്തുന്നവരെ ചുമക്കുന്നവരെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ മതനിരപേക്ഷമായി ചിന്തിക്കാം. വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഒരു ജനവിധിയല്ലേ ഇപ്പോൾ ഉണ്ടായത്.
ആ ജനവിധി CPM മനസ്സിലാക്കണം. അത് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. വർഗീയതയോട് മൃദു സമീപനം പാടില്ല എന്നാണ് വലിയ വിമർശനമായിട്ട് വന്നത് റിപ്പോർട്ടിലും പറയുന്നത്. അത് CPM മനസ്സിലാക്കണം. കാരണം CPM പോലൊരു സംഘടന നിലനിൽക്കേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണ്. കാരണം CPM ഇല്ലെങ്കിൽ ഇവിടെ വളർന്നു വരാൻ വേണ്ടി വർഗീയ കക്ഷികൾ വേറെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ BJP തന്നെ 3 അംഗങ്ങളുമായി എവിടെയൊക്കെ കയറി പറ്റാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ തെറ്റ് തിരുത്തുകയാണ് വേണ്ടത്. വെള്ളാപ്പള്ളിയെ പോലൊരു വർഗീയത മാത്രം പറയുന്ന ഒരാളിനെ ചുമക്കണോ എന്ന് ചിന്തിക്കണം. അതുപോലെ തന്നെ വർഗീയതയോട് ഈ മൃദു സമീപനം മതിയോ എന്ന് ചിന്തിക്കണം. ആ രീതിയിലുള്ള തെറ്റ് തിരുത്തൽ പൂർണ്ണമായ അർത്ഥത്തിൽ വെട്ടിനിരത്തലല്ല, അല്ലെ വെട്ടിക്കളയലോ അല്ല. വിമർശനങ്ങളെ കേട്ട് അതിന്റെ എന്താണ് അതിൽ വീഴ്ചകൾ സംഭവിച്ചതെന്ന് മനസ്സിലാക്കി തിരുത്താൻ കഴിഞ്ഞാൽ CPM തിരിച്ചു വരാം. കാരണം അണികളും വോട്ട് ചെയ്യാൻ തയ്യാറായ ജനങ്ങളും ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. ഇവരെ ഈ അത്രയും മോശമായ ഒരു നേതൃത്വം, അത്രയും മോശമായ രീതിയിലെ പ്രവർത്തനം കൊണ്ടാണ് ഇവർ മറിച്ചിപ്പുറത്ത് അപ്പുറത്തേക്ക് വോട്ട് ചെയ്തത്. അവർക്ക് തിരിച്ച് CPM വോട്ട് ചെയ്യുന്നതിന് തളിപ്പറമ്പിലെയോ പയ്യന്നൂരിലെയോ CPM-മാർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവും തോന്നുന്നില്ല. പക്ഷെ തെറ്റ് തിരുത്തണമെന്നുള്ളതാണ്. ആ തെറ്റ് തിരുത്തൽ എത്രത്തോളം ഉണ്ടാവും എന്നാണ് ജനങ്ങൾ നോക്കുന്നത്. അതുപോലെ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന സാധാരണ അണികളും നോക്കുന്നത്.